थावे मैं तो अपने पिया की याद में झूमू रे मैं तो अपने पिया की याद में यहाँ वहाँ इधर उधर सभी पहर चढ़ी मुझे तेरी खुमारी जहान भर की चीजों से मुझको क्या लेना नदी नहर गली टगर चली तेरी तरफ ये मिलके है सारी उसी तरह की मौजों से तू मुझको आकर के मिलना जी लाख जतन कर हारी रे मैं तो लाख जतन कर हारी रे मैं तो मानत नहीं पिया हमारी बात मानत नहीं पिया हमारी बात मैं तो विनती करत तो से हारी रे मैं तो विनती करत तो से हारी रे मैं तो लाख जतन कर हारी रे मैं तो लाख जतन कर അപ്പൊ എല്ലാവർക്കും വന്ന് കസേരയിലേക്ക് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രാൻഡ് എൻട്രി കുറെ കളർഫുൾ ആയിട്ടുള്ള ഒരു എൻട്രി നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും. സോ എല്ലാവരും റെഡി ആണോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് ഒച്ചയൊക്കെ എടുക്കുക. എന്തോരം പേരുള്ളത് അവിടെ. Are you guys ready? So let's have the music. അപ്പൊ ഒരു വലിയ കൈയടി കൊടുത്ത എല്ലാവരും കൂടി come on. ശിൽപയുടെ പ്രിപ്പറേഷൻസ് ആയിക്കോട്ടെ ഡ്രസ്സിന്റെ കാര്യം ആയിക്കോട്ടെ ഷീ ഈസ് ഓൾ സെറ്റ്. വാട്ട് അബൌട്ട് യു വിഷ്ണു? കുഴപ്പമില്ലാണ്ടൊക്കെ അങ്ങ് പോകുന്നു. പുള്ളിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അധികം ചോദ്യമൊന്നും ചോദിക്കാനായിട്ട് നിൽക്കരുത് വയ്യാത്തതുകൊണ്ട് പാനിക് ആവുമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾക്ക് കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് ഗോണ ബി ഫൺ ഗെയിംസ്. നമ്മൾ ഗ്രൂപ്പായിട്ട് നമ്മൾ ഗെയിംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ പെണ്ണിന്റെ വീട്ടുകാരും ചെക്കന്റെ വീട്ടുകാരും എന്നാക്കാൻ ഒരു വടംവലിയൊക്കെ ഉണ്ട്, ഉറിയടിയുണ്ട്. ആൻഡ് അതിന് മുൻപായിട്ട് നമ്മൾക്ക് ചെറിയൊരു മധുരം വെക്കൽ ചടങ്ങുണ്ട്. മാക്സിമം നല്ല നല്ല ഫോട്ടോസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കല്യാണ ദിവസം നമ്മൾക്ക് അവിടെ കൊച്ചിയിൽ എത്തേണ്ടതുണ്ട്. നമ്മൾ പെട്ടെന്ന് സദ്യയൊക്കെ കഴിഞ്ഞ പാട് നമ്മൾ പെണ്ണും ചെക്കനും കൂടി വണ്ടി എടുത്ത് കൊച്ചിക്ക് പോവും. അപ്പം ഇന്ന് നാളെയായിട്ട് മാക്സിമം ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നവർ എടുക്കുക. ഇനിയിപ്പം കല്യാണ ദിവസം ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു പരാതി വെക്കണ്ട എന്ന് കരുതി നേരത്തെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾക്ക് ചെറിയൊരു മധുരം വെപ്പും അതുപോലെ ഗിഫ്റ്റ് ഒക്കെ കൈമാറി നമ്മൾക്ക് സെറിമണീസ് എല്ലാം ആദ്യം കഴിഞ്ഞിട്ട് പോട്ടെ അല്ലേ. ശില്പ ഈസ് സോ എക്സൈറ്റഡ് ഫോർ ദ മധുരം വെപ്പ്. അങ്ങനെ നമുക്ക് മധുരം വെക്കാനുള്ള ലഡ്ഡും ജിലേബി ഒക്കെ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഫാമിലി മെമ്പേഴ്സിനെ കൂടി ആദ്യം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. आसमां हूँ मैं और तू पानी रूह में घुल गई है इश्क बानी आसमां हूँ मैं और तू पानी रूह में घुल गई है इश्क बानी दुनिया की अब मुझे സ്റ്റേജിൽ വന്ന് നമ്മുടെ വിഷ്ണുവിനും ശില്പയ്ക്കും കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കൊടുത്ത് ഫോട്ടോസ് ഒക്കെ എടുക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റ്സിന് ശേഷം നമുക്ക് ലൈറ്റ് നല്ല അങ്ങോട്ട് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോ എല്ലാരും ഒന്ന് വാം അപ്പ് ഒക്കെ ചെയ്തിട്ട് റെഡി ആയിക്കോളൂ. കാരണം കായികപരമായിട്ടുള്ള പല പല ആക്ടിവിറ്റീസ് ആണ് ഇനി ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. സവേരെ സവേരെ ഗയാസി മേ യാർ ദേ വെടെ जही बोली ते फुल्लां दी टोली दे विच दिसदार हां मैनू तू
ਵਰਸੀ ਖਟ ਕੇ ਲਿਆਂਦਾ ਕੀ ਤੇਰੇ ਵਾਜੋਂ ਸਜਣਾ ਕੱਲਿਆਂ ਮੇਰਾ ਲੱਗਦਾ ਨਹੀਂ ਓ ਜੀ ਵਾਰੀ ਵਾਰੀ ਵਰਸੀ ਖਟਣ ਗਿਆ ਸੀ ਖਟ ਕੇ ਲਿਆਂਦਾ ਕੀ ਤੇਰੇ ਵਾਜੋਂ ਸਜਣਾ ਕੱਲਿਆਂ ਮੇਰਾ ਲੱਗਦਾ ਨਹੀਂ ਓ ਜੀ 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 ਖਟਣ ਗਿਆ ਸੀ ਖਟ ਕੇ ਲਿਆਂਦਾ ਕੀ ਤੇਰੇ ਵਾਜੋਂ ਸਜਣਾ ਕੱਲਿਆਂ ਮੇਰਾ ਲੱਗਦਾ ਨਹੀਂ ਓ ਜੀ ਵਾਰੀ ਵਾਰੀ ਵਰਸੀ ਖਟਣ ਗਿਆ ਸੀ ਖਟ ਕੇ ਲਿਆਂਦਾ ਕੀ ਤੇਰੇ ਵਾਜੋਂ ਸਜਣਾ ਕੱਲਿਆਂ ਮੇਰਾ ਲੱਗਦਾ ਨਹੀਂ ਓ ਜੀ 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 ਵਾਰੀ ਵਰਸੀ ਖਟਣ ਗਿਆ ਸੀ ਖਟ ਕੇ ਲਿਆਂਦਾ ਕੀ ਤੇਰੇ ਵਾਜੋਂ ਸਜਣਾ ਕੱਲਿਆਂ ਮੇਰਾ ਲੱਗਦਾ ਨਹੀਂ ਓ ਜੀ ਵਾਰੀ ਵਾਰੀ ਵਰਸੀ ਖਟਣ ਗਿਆ ਸੀ ਖਟ ਕੇ ਲਿਆਂਦਾ ਕੀ ਤੇਰੇ ਵਾਜੋਂ ਸਜਣਾ ਕੱਲਿਆਂ ਮੇਰਾ ਲੱਗਦਾ ਨਹੀਂ ਓ ਜੀ 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 ਵਾਰੀ ਵਰਸੀ ਖਟਣ ਗਿਆ ਸੀ ਖਟ ਕੇ ਲਿਆਂਦਾ ਕੀ ਤੇਰੇ ਵਾਜੋਂ ਸਜਣਾ ਕੱਲਿਆਂ ਮੇਰਾ ਲੱਗਦਾ ਨਹੀਂ ਓ ਜੀ വാരി വാരി അപ്പം എല്ലാവരും കുറച്ചും കൂടി അടുത്തിരുന്നോളൂ കേട്ടോ. ആദ്യം പറഞ്ഞതുപോലെ ഇറ്റ്സ് ഗോണ ബി ആ ഒരു ഉരുളയ്ക്കുള്ളില് ഇട്ടിരിക്കുന്നത് എന്റെ മോതിരമാണ്. അപ്പൊ അത് കിട്ടുന്നത് ആർക്കാണെങ്കിലും കിട്ടുന്നയാള് ജയിച്ചു. പക്ഷെ മോതിരം തിരിച്ച് എനിക്കായിരിക്കും കിട്ടുന്നത്. ആൻഡ് നിങ്ങള് റെഡിയാണോ? വിഷ്ണു ശില്പേ അപ്പൊ മോതിരം എന്തായാലും നമ്മൾ അതിനുള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. അടുത്തുനിന്ന് കാണണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി അടുത്തേക്ക് വരാം. സോ നിങ്ങൾ പരസ്പരം മുഖത്ത് നോക്കിയിരിക്കണം. ഇതിനകത്തേക്ക് നോക്കാൻ പാടില്ല, ഉരുളി നോക്കാൻ പാടില്ല, പരസ്പരം മുഖത്ത് നോക്കിയിരിക്കണം. എന്താ മുഖത്ത് നോക്കണ കാര്യം ശില്പിക്ക് നാണം വരുന്നേ? ഇല്ല അല്ലേ? അധികം നാണിപ്പിക്കണ്ട. റെഡി 1 2 3 ഗോ. ഇനി നമ്മൾ പറഞ്ഞ ഗ്രൂപ്പ് ഗെയിമിനുള്ള സമയമാണ്. അപ്പൊ നമ്മള് ആൺകുട്ടികളുടെ ഒരു ടീമും പെൺകുട്ടികളുടെ മറ്റൊരു ടീമും. നിങ്ങളെല്ലാവരും ഇവിടെ വരി വരിയായിട്ട് നിൽക്കണം, ക്യൂ ആയിട്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊരു സ്ട്രോ കയ്യിൽ പിടിക്കാൻ തരും. പക്ഷെ അത് കയ്യിലല്ല, വായിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ കസേരയിൽ വെച്ചിട്ടുള്ള വള കൊരുത്തെടുത്തിട്ട് തൊട്ട് ബാക്കിൽ നിൽക്കുന്ന ആള് കൊരുത്ത് പിടിച്ചിട്ടുള്ള സ്ട്രോയിലേക്ക് പകർന്നു കൊടുക്കണം. ഏത് ടീം ആദ്യം അങ്ങേയറ്റത്ത് എത്തിക്കും അവർ ജയിക്കും. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ ഇരിക്കുന്നവർക്ക് മനസ്സിലായോ ഗെയിം? അപ്പൊ 2 വരിയായിട്ട് ഒന്നങ്ങ് നിന്നേ. Slow it down. एक तेरे संग यारा अख लड़ने लगी, अख लड़ लड़ के आगे बढ़ने लगी. एक तेरे संग यारा अख लड़ने लगी, अख लड़ लड़ के आगे बढ़ने लगी. ओ तेरे दिल के इशारे
अरे ये तो पढ़ने लगी ओ मुंडा जिद पे अड़ा ओ तेरे पीछे पड़ा ചേച്ചി ഒരെണ്ണം കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. അപ്പൊ നമ്മളുടെ ചെക്കന്മാരുടെ ടീം ജയിച്ചിരിക്കുകയാണ്. അടുത്ത game. വിഷ്ണു കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിൽക്കൂ. അപ്പൊ കറക്റ്റ് ആയിട്ട് ഈ മാല പോയി ശില്പയുടെ കഴുത്തിൽ വീഴണം. तुझे लगता खराब मुझे लगता बुरा सदा इश्क जो है तेरा ऐसे सक तू ना हो पर हट let me go spoil करना मूड मेरा ओ दिल का तूने छुआ ओ जट सैंटी हुआ ओ दिल का तूने छुआ जट सैंटी हुआ मेरे नाल कर ले जरा लड़के और लड़के कहाँ से आया है रे तू प्यारा है शक्ल से अकल का मारा है रे तू लड़के और लड़के कहाँ से आया है रे तू प्यारा है शक्ल से अकल का मारा है रे तू Okay, cool. ഇനി നമുക്ക് അടുത്ത ഗെയിമിന് വേണ്ടിയിട്ട് വിഷ്ണു വരൂ. ആക്ച്വലി ഇറ്റ്സ് എ നോട്ടി ഗെയിം വിഷ്ണു. ഓ വിഷ്ണുവിനെ ഇപ്പോൾ തന്നെ പേടിച്ചു തുടങ്ങി. അതൊന്നുമല്ല, നമ്മൾ വിഷ്ണുവിന്റെ കണ്ണ് കെട്ടാൻ പോവാ. എന്നിട്ട് ഇവിടെ നോക്കിക്കേ, കുറേ പെൺപിള്ളേരെ തട്ടിയിട്ട് ഇവിടെ നടക്കാൻ പറ്റില്ല. അപ്പൊ അതിൽ നിന്നും കണ്ണ് കെട്ടിയിട്ട് നിങ്ങൾ ശില്പയെ കണ്ടുപിടിക്കണം. വേറെ എങ്ങനെയല്ല, നമ്മള് കൈ ഇങ്ങനെ നീട്ടി വെക്കും. കൈ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് നമ്മള് ശില്പേനെ റെക്കഗ്നൈസ് ചെയ്യണം. ആള് മാറിപ്പോയ അടപടലം ആദ്യം കേട്ടല്ലോ. അപ്പൊ റെഡി അല്ലേ? ഓക്കെ, റെഡിയാണ്. ആരെങ്കിലും വന്നാ കണ്ണൊന്ന് കെട്ടിക്കൊടുത്തേ.
ശ്യാമ എവിടെ? ശ്യാമ നമ്മളുടെ ആദ്യത്തെ ഐറ്റം ആണ്. സ്വന്തം എടുക്കാൻ പാടില്ല. കാറിന്റെ കീ. मैं परवाना तेरा नाम बताना तो प्यार में जलू न जलाना. അടുത്ത സാധനം കിട്ടാൻ കുറച്ച് പാടായിരിക്കും, എങ്കിലും നമുക്ക് ശ്രമിക്കാം. എല്ലാരും തിരിച്ച് ഓടി വരിക. നിങ്ങൾ പോയിട്ട് in the count of 3, 2, 1 ബെൽറ്റ്. Come on, പാറ്റ് ഇട്ടിരിക്കുന്നവർക്ക് ബെൽറ്റ് അടി കൊടുക്കൂ. अड़ी हुई है गरारी अड़ी हुई है मैं पाजी आज टिप्सी हो गया अख में मारूंगा. പോയിട്ട് ഒരു നല്ല ഒരു ജിമിക്ക് കമ്മൽ ഊരി കൊണ്ടുപോവാ. കമ്മൽ. अख में मारूंगा दीवाना. Okay. സാരമില്ല. ജയ്മോനും വിഷ്ണു തമ്മിലുള്ള കടുത്ത പോരാട്ടമാണ് ഇനി നടക്കാൻ പോകുന്നത്. ഓടിപ്പോയി മൂന്നെണ്ണ अख में मारूंगा दीवाना पक्का जी मेरा निशाना. अख तू बचे ना बचाना अख में मारूंगा दीवाना. मैं परवाना तेरा नाम बताना तो प्यार में जलू न जलाना. ഇനി നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഉറിയടിയാണ്. നമ്മൾ ഉറി ആ ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഉറിയടിക്കാൻ പോയാലോ? നമുക്ക് ആദ്യം വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാം. സാന്ദ്രേ, വാ. ഉറിയടിക്കാൻ വാ. വാ. तुझे नचा दूं मैं तक दिना दिन बीन पे जैसे है नाचती ना गिन आगे पीछे तेरे घूमू जैसे फूल पे करती मक्खी बिना बिन जरा तू हाथ उठा के कमरिया दोनों घुमा के आजा मेरी फ्लोर पे दिल वाले से तू दिल लगा के. जश्नबाजी की शाम है जश्नबाजी की शाम है क्रिकेट ताल पे ठुमके लगाए जालिमा. जान ले वहाँ तेरी अदा जान ले वहाँ तेरी अदा दिल वाले भी का दिल चुराए जालिमा. तेरी शैतानियों से महफिल रंगीन हुई, तू दीवाना हुआ मैं भी शौकीन हुई. दुनिया जलती है तो जले, दुनिया जलती है तो जले. रात भर जालिमा के संग नचे जालिमा.
जलती है तो जले, दुनिया जलती है तो जले, रात भर जालिमा के संग नचे बालमा। കുറച്ച് എന്താ പറയാ ഫിസിക്കലി ആക്റ്റീവ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള കപ്പിൾസ് കുറച്ച് പേര് മുൻപോട്ട് കടന്നു വരിക. സെനലേറ്റൻ ആൻഡ് PC, come on. അർജുനനും അമൃത ചേച്ചിയും വരൂ. അടുത്ത റൗണ്ടിൽ നമ്മൾ വീണ്ടും ഒന്നുകൂടി മടക്കി അത് പകുതിയാക്കും. അപ്പോഴും അതേ ന്യൂസ് പേപ്പറിൽ രണ്ടുപേരും നിൽക്കണം. വീണ്ടും മടക്കും. അങ്ങനെ അവസാനം വരെ ഏറ്റവും കൂടുതൽ മടക്കില് ആരാണോ നിൽക്കുന്നത് they will be the winner. ശില്പി ഇങ്ങോട്ട് പോന്നോ? ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അടുത്ത മടക്കില് കുറച്ചു നേരം ഡാൻസ് കളിക്കണം. ഓക്കെ, പടം വരയ്ക്കുന്നതിന് നമ്മള് ലേഡീസിന്റെ ഒരു ടീം ഉണ്ടാവും, ഓഫ് കോഴ്സ് ജെന്റ്സിന്റെ ഒരു ടീം ഉണ്ടായിരിക്കും. അത് പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് 2 കൊല്ലം മുമ്പുണ്ടായിരുന്ന നമ്മളുടെ ഓണം സെലിബ്രേഷൻ ആണ്. ഞങ്ങൾ ചുറുചുറുക്കുള്ള പെൺകുട്ടികളെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു ഇവിടുത്തെ ആന്റിമാരും അമ്മച്ചിമാരും ഞങ്ങൾ തോൽപ്പിച്ചത്.
സോളോ ആയിട്ടും അങ്ങനെ പല പല പെർഫോമൻസ് ഒക്കെ ആയിട്ട് നാളെ നമുക്ക് കാണാം. നമുക്കിനി കുറച്ച് പാട്ടൊക്കെ ആയാലോ? ഓക്കെ, മ്യൂസിക്.